ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം കനക്കുന്നതിനിടയിൽ ഒരു നിർണായക നീക്കത്തിന് ഇറാൻ ഒരുങ്ങുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തുവെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. എന്നാൽ കൂടുതൽ ആക്രമണമുണ്ടാകുമെന്നും ഹോർമൂസ് കടലിടുക്കു വഴി ചരക്കുനീക്കം സാധ്യമാക്കുമെന്നുമുള്ള അമേരിക്കൻ പ്രഖ്യാപനവും ഇറാന്റെ പുതിയ ഭീഷണിയുമാണ് യുദ്ധരംഗത്തെ അവസാന വഴിത്തിരിവുകൾ. ആയുധങ്ങൾ കൊണ്ടല്ല ഇത്തവണ ഇറാൻ ഭീഷണി ഉയർത്തുന്നത്. പകരം അവർ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലിനെയാണ്, പെട്രോ ഡോളർ. അതാണ് ഇറാന്റെ ലക്ഷ്യം. അമേരിക്കൻ ഡോളർ ഉപയോഗിച്ചാണ് രാജ്യങ്ങൾ ലോകമെമ്പാടും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഉപരോധമുള്ള റഷ്യൻ എണ്ണയ്ക്ക് മാത്രമാണ് ഡോളർ ബാധകമല്ലാത്തത്. 1970-കളിലാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങളുമായി അമേരിക്ക ഇത്തരം ഒരു കരാറിൽ ഏർപ്പെടുന്നത്. അതുപ്രകാരം എണ്ണ ഇടപാടുകൾ എല്ലാം നടക്കേണ്ടത് ഡോളറിലാണ്. അങ്ങനെ വരുമ്പോൾ എണ്ണ വാങ്ങാൻ ലോകരാഷ്ട്രങ്ങൾക്ക് അമേരിക്കൻ ഡോളർ വാങ്ങിക്കൂട്ടേണ്ടി വരും. ഇതാണ് ഡോളറിനെയും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയും ഇതുവരെ താങ്ങി നിർത്തിയിരുന്നത്. അവിടെ അടിക്കാനാണ് ഇറാൻ ഒരുങ്ങുന്നത്. ചൈനയും റഷ്യയും വർഷങ്ങളായി അമേരിക്കൻ ഡോളർ ആധിപത്യം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എണ്ണ ഇടപാടുകൾ മറ്റ് കറൻസികളിലേക്ക് മാറ്റാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടത്തിവിടണമെങ്കിൽ ചൈനീസ് യുവാനിൽ ഇടപാടുകൾ നടത്തണമെന്ന നിബന്ധന ഇറാൻ മുന്നോട്ട് വയ്ക്കുമെന്നാണ് CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ വലിയ തിരിച്ചടികൾ നേരിടും. ഇന്ത്യൻ വിപണിയിലടക്കം അതിന്റെ അനുരണങ്ങൾ ഉണ്ടാവും. ഇറാന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ് ലോകം.